RSSൻ്റെയൊക്കെ നിലപാട്, അതോടൊപ്പം BJPക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ, അതായത് ഭരണതലത്തിലെ നേതൃത്വത്തിൻ്റെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അടങ്ങുന്നവരുടെ മുന്നോട്ട് പോക്കിനെക്കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട് എന്ന നിലയ്ക്കുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ആകെ കുലുങ്ങിയ ഒരവസ്ഥയിൽ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ കുറച്ച് സമയം അവർ എടുക്കുന്നതാകാം എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ഇന്നിപ്പോൾ രാജ്യസഭയിൽ രാജ്യസഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ഇത് അറിയിക്കണം എന്ന് കിരൺ റിജിജുവിനോട് പറഞ്ഞു. സഭയുടെ വികാരം ഇതാണ് എന്നുള്ളത്, പ്രതിപക്ഷത്തിൻ്റെ വികാരം ഇതാണെന്നുള്ളത് നിങ്ങൾ അദ്ദേഹത്തോട് പറയണം എന്നുള്ളത് അറിയിച്ച സ്ഥിതിക്ക് വൈകാതെ അദ്ദേഹം ഇനി പങ്കെടുക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ആ മട്ടിൽ ഗൗരവത്തിൽ തന്നെയാണ് സഭാനാഥനും എടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണല്ലോ. മുമ്പും ഏതാണ്ട് സമാനമായ സാഹചര്യമൊക്കെ ഇതുപോലെ തന്നെ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. 2005 UPA സർക്കാരിൻ്റെ കാലത്ത് അന്ന് ശിവരാജ് പാട്ടീൽ മണിപ്പൂർ കേസുമായി ബന്ധപ്പെട്ട്, അന്നത്തെ മണിപ്പൂരിലെ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ ഇതുപോലെ പങ്കെടുക്കാതിരുന്നു, അദ്ദേഹം വിട്ടുനിന്നു. അന്ന് പക്ഷേ അദ്ദേഹമാണ് സോമനാഥ് ചാറ്റർജിയാണ് സ്പീക്കർ. അദ്ദേഹം 10 മിനിറ്റ് സഭ നിർത്തിവെച്ചു. ഇതിൽ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു സ്പീക്കർ തന്നെ. അപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പും സഭയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം, പക്ഷേ ഇത്രയും ദീർഘമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്രയും ഗൗരവമുള്ള, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ചർച്ച ചെയ്യുന്ന, രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോൾ CJP മാത്രമല്ല, ഈ പറഞ്ഞ അയോധ്യയിലെ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയും ഇതിനകത്തൊരു ഘടകമാണ്. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഏറ്റവും മോശക്കാരായി എപ്പോഴും ഈ BJP നേതൃത്വം ആവർത്തിച്ച് അവതരിപ്പിക്കാറ് ജവഹർലാൽ നെഹ്റുവിനെയാണല്ലോ. ഈ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ എങ്ങനെയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്നുള്ളത് അദ്ദേഹം കുറച്ചുകൂടി നേരത്തെ AB വാജ്പേയിയോട് ചോദിക്കേണ്ടിയിരുന്നു. ചൈന യുദ്ധകാലത്ത് ഈ സഭാ സമ്മേളനം വിളിക്കണം എന്ന് AB വാജ്പേയി അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ട 3-ാം ദിവസമാണ് സഭാ സമ്മേളനം അദ്ദേഹം വിളിച്ചത് ജവഹർലാൽ നെഹ്റു. അങ്ങനെയാണ് സഭ കൊണ്ടു നടന്നത്. മുഴുവൻ ദിവസവും അദ്ദേഹത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വരുമ്പോഴും മുഴുവൻ ചർച്ച ഇരുന്ന് കേൾക്കുക എന്നുള്ളത്, അതായത് അദ്ദേഹത്തെ ഭത്സിച്ചുകൊണ്ടുള്ള സകല ചർച്ചകളും ഇരുന്ന് കേൾക്കുക എന്നുള്ളതായിരുന്നു ജവഹർലാൽ നെഹ്റു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇവർ ഓർക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് സഭയ്ക്കുള്ളിൽ വാദിച്ചിട്ടുള്ളയാളാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇവർ ആവർത്തിച്ച് നിരന്തരം മോശക്കാരനാണെന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു സഭയിൽ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് മുൻ നേതാക്കന്മാർക്ക്, BJP നേതാക്കന്മാർക്കറിയാം. ഇനി ഇത് പോട്ടെ, സഭയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഇവരുടെ തന്നെ നേതാക്കന്മാരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് പൂർണ്ണമായി വിട്ടുനിൽക്കുക, സഭയിൽ നിന്ന് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. കാരണം ആത്യന്തികമായി ഓരോ USP ഉണ്ടല്ലോ ഓരോരുത്തർക്കും, അവരുടെ രാഷ്ട്രീയത്തിൽ, പൊളിറ്റിക്കൽ കരിയറിലൊക്കെ ഓരോരുത്തർക്കും ഓരോ സംഗതിയുണ്ട്. അതിൽ വളരെ ധീരതയോടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നയാൾ എന്നുള്ള പ്രതിച്ഛായയുള്ളവർ തീർച്ചയായും അങ്ങനെ തന്നെ അങ്ങ് തുടരണം. അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഈ പറഞ്ഞതുപോലെ സടകൊഴിഞ്ഞോ എന്നുള്ള സംശയം അവരുടെ അണികൾക്കുണ്ടാകും, ഒപ്പം നിൽക്കുന്നവർക്കുണ്ടാകും. ഇതിനകത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകും. അതുകൂടി ആലോചിക്കണമല്ലോ. പിന്നെ ഒരു കാര്യം, നെഹ്റുവിന് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ അബദ്ധമൊന്നും ഇപ്പം രാമക്ഷേത്ര വിവാദവുമായി ബന്ധപ്പെട്ടുള്ള തരത്തിലുള്ള ഒരു വിവാദത്തിൽ ചെന്ന് പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം ഈ രാമക്ഷേത്രം എങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു ചിഹ്നം എന്ന മട്ടിൽ അവതരിപ്പിക്കാനാണല്ലോ BJP ശ്രമിച്ചത്. ഈ സർക്കാരിൻ്റെ അവതാരോദ്ദേശം തന്നെ ഈ ക്ഷേത്ര നിർമ്മാണമാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തുകയും അതിൻ്റെ ഭരണസമിതിയിൽ സമ്പൂർണ്ണമായി സംഘപരിവാറിൻ്റെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധുത്വമുള്ളവരെയോ മാത്രം ഉൾക്കൊള്ളിക്കുകയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സ്ഥലത്താണ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയെന്നുള്ള വിവരം അറിയുന്നത്. ഈ രാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെയാണ് BJP പ്രതികരിക്കുക? കേരളത്തിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് ഹിന്ദുവിൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവിൻ്റെ ബൈറ്റ് കണ്ടിട്ട് തലകുത്തി നിന്ന് ചിരിച്ചു. എന്താണെന്നറിയോ? ഹിന്ദുവിൻ്റെ സ്വത്ത് കൊണ്ടുപോകുന്നതിനകത്ത് ബാക്കിയുള്ളവർക്ക് എന്താണ് ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള കാര്യം? ഞങ്ങൾ കാശ് കൊടുക്കുന്നു, അത് ഹിന്ദുക്കളിൽ തന്നെ ചിലർ അടിച്ചു മാറ്റുന്നു എന്നല്ലേ ഉള്ളൂ എന്ന് ലാഘവബുദ്ധിയോടെ അതിനോട് പ്രതികരിക്കുക. ഹിന്ദു അമ്പലത്തിൽ പോയി ഹിന്ദുക്കൾക്ക് കിട്ടി, അങ്ങനെ കരുതിയാൽ പോരെ എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതായത് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയും തന്നെ മാറ്റിമറിച്ച ഒരു സംഭവത്തിൻ്റെ തുടർച്ചയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണല്ലോ അതും. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ
കാരണം ഒരു ചരിത്രം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുകയും അത് അടയാളപ്പെടുത്തുകയും ചെയ്തു, അത് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് അവിടെ. അതിനെ ഏറ്റവും അഭിമാനത്തോടെയല്ലേ സത്യത്തിൽ ഇവർ കൊണ്ടു കിടക്കേണ്ടത്? അവിടെ കാശടിച്ചു മാറ്റാനുള്ള ഒരു സംവിധാനമായിട്ട് ഇതിനെ കരുതുകയും അതിങ്ങനെ അനവരതം തുടരുകയും ചെയ്യുക. ഡ്രൈവർമാരുടെ വീട്ടുകളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമാണോ അത്? അതിൽ ഗൗരവത്തിൽ ഈ പറഞ്ഞതുപോലെ ആ വിഷയത്തിലും RSS നേതൃത്വം ഗൗരവത്തിൽ ആ വിഷയത്തെ കണ്ടിട്ടുള്ളതാണ് ഞാൻ കരുതുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ വിഷയം ജെൻസി വിഷയത്തിൽ നേരത്തെ സനീഷ് പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു പരമാവധി ഇങ്ങോട്ട്, അതായത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് പെനിട്രേറ്റ് ചെയ്യുക, ഇതിനോട് ഉൾച്ചേർക്കാവുന്നതിനെ ഉൾച്ചേർക്കുക എന്നുള്ളതാണ് RSSന്റെ ശൈലി. ആ ശൈലിയിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ തൽക്കാലം കൈകാര്യം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജെൻസിക്കൊപ്പമാണെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നത്. അപ്പുറത്ത് സർക്കാർ തലത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അത് പക്ഷേ ഈ മട്ടിലല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. സർക്കാരിൻ്റെ പ്രചാരണം എന്താ പറയുക, ഞങ്ങളുടെ സംസ്കൃതിയിലാണ് കുട്ടി വളർന്നത്. പുതിയ, അതായത് അങ്ങനെ കുറേ ജൻസികൾ ഈ രാജ്യത്തുണ്ട്. ബഹുഭൂരിപക്ഷം ജൻസികളും അങ്ങനെയുള്ളവരാണ്. ഞങ്ങൾ സംസ്കാര സമ്പന്നരായി ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്ന സംസ്കാരത്തിൽ വളർന്നവരാണ്, ഇതുപോലെയുള്ള താന്തോന്നികളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരണം സമാന്തരമായിട്ട് സർക്കാർ ചെലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് സാഹചര്യം. അപ്പോൾ ഇതെല്ലാം പാർലമെൻറ്റിൽ വന്ന് നിന്നിട്ട് ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഈ ആശങ്ക അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ തൽക്കാലം പാർലമെൻറ്റിലേക്ക് വരാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തെ ആവശ്യം. പിന്നെ വേറൊരു കാര്യം, ഇതിനി വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതായത് ഡീലിമിറ്റേഷനും അതുപോലെ തന്നെ വനിതാ സംവരണവും. ഈ രണ്ട് ബില്ലുകളും സത്യത്തിൽ ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായി കൂടിയാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ദീർഘമായി വിട്ടുനിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്, വാജ്പേയി പറഞ്ഞപ്പോൾ 3 ദിവസം കൊണ്ട് പാർലമെൻറ്റ് വിളിച്ച നെഹ്റുവിൻ്റെ മാതൃകയൊന്നും വേണ്ട. 2 ആഴ്ച പ്രതിപക്ഷം നിലവിളിക്കുകയല്ലേ, അവർ പ്രതിഷേധിക്കുകയല്ലേ, ഒന്ന് അവിടെ വന്ന് തല കാണിച്ചിട്ട് പോയിക്കൂടെ എന്നുള്ളതാണ്. അത് ഇരിക്കുന്നുണ്ട്, ഓഫീസിലുണ്ട്, അപ്പുറത്തുള്ള ഓഫീസിൽ അദ്ദേഹം ഇരിപ്പില്ലേ, അദ്ദേഹം പോയിട്ടൊന്ന് തല കാണിക്കുകയല്ലേ വേണ്ടത്. പ്രധാനമന്ത്രിയെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എപ്പോഴെങ്കിലും വന്നാലായി എന്നുള്ളതാണ് സഭയിലെ ഒരവസ്ഥ. ഇപ്പൊ നമ്മൾ ഈ നെഹ്റുവിനെ തന്നെ വീണ്ടും എടുത്താൽ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കില്ല, സഭയിൽ വരില്ല, സഭയോടുള്ള വിധേയത്വം കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രവിശങ്കർ പ്രസാദ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞ തന്നെ ഒരല്പം പാർട്ടിക്ക് അകത്തൊരു പ്രശ്നമല്ല എന്നൊരു എനിക്ക് സംശയമുണ്ട്. കാരണം സത്യമാണ്, കാരണം അദ്ദേഹം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. രാജ്നാഥ് സിംഗ് വലിയ പ്രശ്നം സഭയിലുണ്ടാകുമ്പോൾ രാജ്നാഥ് സിംഗ് ഉണ്ടാതിരിക്കുക. കിരൺ റിജിജു ഭയങ്കര ശബ്ദം ഉണ്ടാക്കുമ്പോൾ രാജ്നാഥ് സിംഗ് വലിയ ബഹളം ഉണ്ടാകുമ്പം സ്വന്തം പക്ഷത്തോട് ബഹളം ഉണ്ടാക്കല്ലേ, അവർ പറയട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ